ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ടീച്ചർ അമ്മയുടെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അങ്ങനെ സന്തോഷത്തെ അർപ്പിച്ച് പറയാണ്, എനിക്ക് വീണയെ തന്നെ മതിയെന്ന് ഞാൻ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. ആ എടങ്കോലമ്മാവനെ ഒരു പ്രശ്നമാണ്. വീണയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ ഈ കല്യാണം നടത്തണം. അതിന് ടീച്ചർ എന്നോടൊപ്പം നിൽക്കണം. എങ്ങനെയെങ്കിലും വീണയെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ആ അമ്മാവനെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പം ജോൺ പറഞ്ഞു, എന്തായാലും ആ സാധനത്തിന് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കി, ഇല്ലെങ്കിലേ കുടുംബം തകരും. ഇനിയിപ്പോൾ പോകണമെങ്കിൽ അടുത്ത കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം കിട്ടണം, എന്നാലേ അവിടെ നിന്ന് പോവുള്ളൂ. അല്ല, ഇതിന് കുടുംബമൊന്നും ഇല്ലേ? ഒന്നിലധികം കുടുംബം ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. അവരാരും കയറ്റത്തുമില്ല. വെറുതെ അല്ല എന്നൊക്കെ ജോണും ഇങ്ങനെ പറയാണ്. അവസാനം ഇവർ സന്തോഷിനോട് സമ്മതിച്ചു, വീണയോട് സംസാരിക്കാം, കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണയുടെ വീട്ടിൽ വന്ന് വല്യമ്മാമനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സന്തോഷിന് ഈ കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. അവരെ വീട്ടുകാരും അവൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഇയാൾ നേരിട്ട് കയറി അങ്ങ് വലിയ ആൾ കളിച്ച് ചോദിച്ചതാണ്. അയാൾ ആ കുടുംബത്തിലൊരു പാഷാണത്തിക്രിമിയാണ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും സന്തോഷിനാകെ സങ്കടം ഉണ്ടാകും. ചെറുക്കനാണെങ്കിൽ ജെനുവിനാണ് എന്നൊക്കെ ജോണും ടീച്ചറമ്മയും കൂടി മേരിക്കുട്ടി ടീച്ചറും കൂടിയിട്ട് ഈ വീണയുടെ അമ്മാവനോട് ഇങ്ങനെ പറയാം, വല്യമാമനോട് ഇങ്ങനെ പറയാണ്. സന്തോഷ് ആ മാമന് നല്ല ഡോസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. വേറെ പെണ്ണൊന്നും വേണ്ടാന്നും പറഞ്ഞ് ബ്രോക്കറെ സന്തോഷം ഓടിച്ചു വിട്ടിട്ടുണ്ട്. എനിക്കും നന്നായിട്ട് അറിയാവുന്ന ആളാണ് എന്ന് ജോണും ഇങ്ങനെ പറയാണ്. മോൾ എന്തായാലും കടുത്തൊരു തീരുമാനം എടുക്കരുത്, സന്തോഷിനെ വേണ്ടാന്ന് വെക്കരുത്. ആ കൊച്ചു പാവ. അല്ല, ഇത് എടുത്തിട്ടാണോ നീ പെണ്ണ് കാണാനായിട്ട് നിന്നത്? അതെ ടീച്ചറെ. ഇത് അവളുടെ സാരിയല്ലേ, സരസ്വതിയുടെ സാരിയല്ലേ? അതെ. അയ്യോ, അമ്മയുടെ സാരി ഉടുക്കുമ്പോഴേ എനിക്കൊരു ധൈര്യമാണ് ടീച്ചറെ. അമ്മ കൂടെ ഉള്ളതുപോലൊരു തോന്നലാണ് ടീച്ചറെ. കഴുത്തിൽ ഏത് മാല ഇട്ടേ? ഒന്നും ഇട്ടില്ല. ഞാൻ എത്ര തവണ പറഞ്ഞതാ, എന്നിട്ട് മോൾക്ക് കേൾക്കാനായിട്ട് തോന്നിയില്ലേ? മോളെ, അവളത് അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നോണ്ടല്ലേ മോളോട് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും വീണ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. വല്യമ്മാവനും പിന്നെ നിങ്ങളുടെ ഇഷ്ടം, എല്ലാം നിങ്ങളുടെ തീരുമാനവും താല്പര്യമൊക്കെ ആണല്ലോ. അപ്പോഴേക്കും വീണ പറഞ്ഞ്, അങ്ങനെ ഒന്നും പറയല്ലേ എൻ്റെ ടീച്ചറെ. ടീച്ചർ പറഞ്ഞാൽ ഞാൻ കേൾക്കാതിരിക്കുമോ? ഇത് അതുകൊണ്ടൊന്നും അല്ല. എന്നിട്ട് സ്വർണം കാണാതെ പോയ കാര്യം പറയുകയാണ്. അതെവിടെ പോയി? അതെനിക്ക് അറിയില്ല ടീച്ചറെ, അതൊന്നും കാണുന്നില്ല. അയ്യോ, കുറച്ചധികം സ്വർണം ഉണ്ടായിരുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ ജോണിനെ ഇങ്ങനെ നോക്കുകയാണ്. ഈ മഹേഷിനെ തന്നെയാണ് എല്ലാവർക്കും സംശയം. മഹേഷാണെങ്കിൽ ഒരു ഒടുക്കത്തെ പ്രശ്നക്കാരനാണല്ലോ. പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മഹേഷ്. ഓൺലൈൻ ബിസിനസ്സും ഒക്കെ ആയിട്ട് രാധയും ആ ഉമ്മറത്ത് തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. മേരിക്കുട്ടി ടീച്ചറൊക്കെ പോയിരുന്നു കേട്ടോ. നമ്മുടെ വീണയും വല്യമ്മാവനും ഒക്കെ ഇരിപ്പുണ്ട്. കാണാതായത് സരസ്വതിയുടെ അധ്വാനമാണ്. കുഞ്ഞിക്കായിട്ട് സ്വരുക്കൂട്ടി വെച്ചതാ. അവളുണ്ടായിരുന്നെങ്കിൽ വിഷമിച്ചിപ്പം നെഞ്ച് തകർന്നേനെ. പക്ഷെ ആർക്കും ഒരു വിഷമവും ഇല്ല. ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു വിഷമം ഒന്നും കുഞ്ഞിയുടെ മുഖത്തല്ലാതെ വേറെ ആരെങ്കിലും കണ്ടില്ലല്ലോ. പിന്നെ വിഷമം അഭിനയിച്ചാൽ പോയത് തിരിച്ചു വരുമോ? അതിനെന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നോക്ക്. അപ്പോഴേക്കും ആരും നോക്കാൻ? ആ സ്വർണം കാണാതായിട്ട് നിനക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ എന്ന് രാധയോട് ചോദിച്ചു. രാധയ്ക്ക് ഒരാശങ്കയില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നാത്തോണ്ട് ഞാൻ ചോദിച്ചാ. നിനക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. മഹേഷാണെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. നിന്റെ കൊച്ചിൻ്റെ കാതിലെ കമ്മലിലെ ആണി പോയാൽ പോലുള്ള വിഷമം പോലും സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പൊന്ന് കാണാതായത് കണ്ടില്ലല്ലോ. എൻ്റെ പൊന്ന് അമ്മാവ, അതെങ്ങനെ കാണാതായി എന്നറിഞ്ഞ് ഇവള് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പോയ സ്വർണം എന്തായാലും പാത്തു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഞാനും ഈ വീട്ടിലുള്ളതല്ലേ. ഈ പറഞ്ഞതൊക്കെ എന്നെയും കൂടി ഒന്ന് കാണിക്കണ്ടേ? ഇങ്ങനെ ഒരു സ്വർണ്ണം ഉണ്ടെന്ന് ഞാൻ പോലും കണ്ടിട്ടില്ല. അയ്യോ, ദേണ്ടിയിരിക്കുന്നു ആകെയുള്ള ഒരു ആൺതരി. നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സമയം പോലും ഇല്ല അവന്. ഇപ്പം തന്നെ വായിച്ചില്ലെങ്കിൽ പത്രമൊക്കെ മാഞ്ഞു പോവുമല്ലോ. ടി വിയിൽ നിന്ന് ചർച്ചയ്ക്ക് പോകാനായിരിക്കും ഇതൊക്കെ വായിച്ചു കൂട്ടിയിട്ട്. അവനൊന്നും മിണ്ടാതെ അതവിടെ വെച്ചു. വല്യമാമിക്ക് ഇപ്പം എന്താ പ്രശ്നം? എന്താ വേണ്ടത്? വെറുതെ രാവിലെ തന്നെ തലേ കയറാനായിട്ട് വരണ്ട. എല്ലാവർക്കും അവരുടേതായ ടെൻഷനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൂടെ എടുത്ത് തലയൊക്കെ വെക്കാൻ പറ്റില്ല. സ്വർണ്ണം പോയതറിഞ്ഞ് ഞെട്ടിയില്ല, കരഞ്ഞില്ല എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അയ്യോ, ഇത് വേറെ ആരെയും ബാധിക്കാത്ത പോലെ തോന്നിയോ? അച്ഛനോ അമ്മയോ ഇല്ലാത്ത കുടുംബത്തിലെ ഇളയ കൊച്ചാണ്. നിൻ്റെ ഉത്തരവാദിത്വമാണ്. നോക്കണ്ടേ നീ? അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ കാര്യങ്ങൾ നോക്കേണ്ടത്. കാണാനില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടെയൊക്കെ നോക്കിയില്ലേ? സംശയമുള്ള ആ മോളി ജിഷ്ണുവേട്ടൻ ചോദ്യം ചെയ്തില്ലേ? ജിഷ്ണുവേട്ടൻ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകും. അപ്പോഴേക്കും മഹേഷ് പറയാം, ഈ വീട്ടിലുള്ളവരൊക്കെ ഞാനാണ് രക്ഷിതാവ് എന്ന ഭാവമൊന്നും വേണ്ട. വല്യമാമിക്ക് വെറുതെ റോള് കളിക്കണം, അതല്ലേ?
ഇതൊക്കെ ഞാൻ തന്നെ കേൾക്കണം. കുഞ്ഞിയുടെ കാര്യം ആലോചിച്ചുള്ള പിടപ്പ് കൊണ്ട് പറഞ്ഞു പോയതാ, അല്ലാതെ ഇങ്ങനെ ഉള്ള പ്രശ്നമല്ല. പന്നി കുത്തിപ്പളർന്ന കാലുകൊണ്ട് റോള് കളിക്കാൻ വന്നതല്ല ഞാൻ. വല്യമാമ വെറുതെ എനിക്കായിട്ട് വിഷമിച്ച് വല്യമാമ വിഷമിക്കാനായിട്ട് നിൽക്കണ്ട, എനിക്കായിട്ട് സംസാരിക്കണ്ട. നിനക്കും തലയ്ക്ക് മുകളിൽ നിൽക്കണം, അവൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് വല്യമാമ BP കൂട്ടണ്ട. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഒരു കല്ലുകടി ഉണ്ടായെങ്കിലും ആ പയ്യൻ ആലോചനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മേരിക്കുട്ടി വന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും ആ കാർന്നവരുടെ വിടുവായുത്തം കൊണ്ട് മുഷിച്ചിലല്ലാണ്ട് വേറൊന്നുമില്ലല്ലോ. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ചെറുക്കന് കുഞ്ഞിയെ വലിയ ഇഷ്ടമാണ്, അത്യാവശ്യം നല്ല കുടുംബക്കാരുമാണ്. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? വല്യമാമേ, ആ മൂപ്പീന്ന് ആ വീട്ടിലുണ്ടാവില്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. പ്രായമായ ആളല്ലേ, അത് കാര്യമാക്കണോ? എങ്ങനെ വിവാഹത്തിൻ്റെ ചിലവും കാര്യങ്ങളും നടത്തുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. കല്യാണം നടത്തണ്ടേ? ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും മഹേഷ് ഞെട്ടിത്തരിച്ച് രാധയെ നോക്കുക. രാധയാണെങ്കിൽ കണ്ണും തള്ളി ഇങ്ങനെ മഹേഷിനെ നോക്കുക. അതെ വല്യമാമേ, ബേക്കറി പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആകെ ടൈറ്റിലാണ്. രാധയ്ക്കോ? അയ്യോ, എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? കരുതക്കലൊക്കെ പിള്ളേരുടെ പേരിൽ FD ഇട്ടിരിക്കുക. അതൊക്കെ പിള്ളേർക്ക് 10-20 വയസ്സായാലേ മെച്ചുറാവുള്ളൂ, കിട്ടുകയുള്ളൂ. ഓ, അപ്പം അങ്ങനെയാണല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, നന്നായിട്ട് വേണം കുഞ്ഞിയെ കൈ പിടിച്ച് ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കാനായിട്ട്, കേട്ടല്ലോ? അപ്പോൾ മഹേഷ് പറഞ്ഞു, വല്യമാമേ, പിന്നീടുള്ള വഴി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളതല്ലേ. അത് ചെയ്താൽ പോരെ? അപ്പോഴേക്കും ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാമല്ലോ. എൻ്റെ വിവാഹം കാരണം നമ്മുടെ കുടുംബം ഇങ്ങനെ പിരിഞ്ഞു പോവരുത് എന്ന് കുഞ്ഞി പറയാം. അമ്മ ഒരിക്കലും അത് ആഗ്രഹിക്കില്ല. അമ്മ ഉറങ്ങുന്ന മണ്ണല്ലേ, അത് പങ്കുവെക്കുന്നത് അമ്മയ്ക്ക് വിഷമാവൂലേ എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. വീണ രാത്രി കാര്യങ്ങളെല്ലാം മേരിക്കുട്ടി ടീച്ചറോട് പറഞ്ഞു കേട്ടോ. എന്തായാലും നനഞ്ഞ മണ്ണ് കുഴിക്കുക, അത് തന്നെ. എന്തായാലും കുട്ടിക്ക് തെറ്റിയാലും ടീച്ചർക്ക് തെറ്റാൻ പാടില്ലല്ലോ. അവളിനി സ്വർണം വീട്ടിലെ സേഫ് അല്ലാത്തത് കൊണ്ട് ലോക്കറിലങ്ങനെ വെച്ച് കാണുമോ? അതറിയത്തില്ല ടീച്ചറെ. ഇതാരോടും പറഞ്ഞിട്ടുമില്ലല്ലോ. അവൾ പറയുന്നതാണല്ലോ അങ്ങനെയാണെങ്കിൽ. അവൾ ഒന്നും എൻ്റെ അടുത്തുനിന്ന് മറച്ച് വെക്കാറില്ലല്ലോ. അഥവാ ലോക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കീയും രേഖകളൊക്കെ വീട്ടിലുണ്ടാവേണ്ടതല്ലേ. മോളൊന്നാ തപ്പി നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. അവളുടെ ബാങ്കിൻ്റെയും പാസ്ബുക്കുകളുടെയൊക്കെ ആ ഒരു പാസ്ബുക്കൊക്കെ എടുത്ത്, ബാങ്കിൻ്റെയും സൊസൈറ്റികളുടെയൊക്കെ പാസ്ബുക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം. അവൾ ലോക്കർ ഫെസിലിറ്റി എടുത്തിട്ടുണ്ടോന്ന്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും ഞാനും ജോണും നാളെ അങ്ങോട്ട് വരാം. ശരി ടീച്ചറെ. അങ്ങനെ കോള് കട്ട് ചെയ്തു. എന്തായാലും നമ്മുടെ ജോണും മേരിക്കുട്ടി ടീച്ചറും വന്ന് അന്വേഷണം തുടങ്ങി. വീണയോട് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോൺ ചോദിച്ചു, എന്തായാലും ഇത് പൂട്ടി വെച്ചിരുന്നു, സാധനം എടുത്തു കഴിഞ്ഞിട്ടും വീണ ഇതെടുക്കാൻ നേരത്ത് പൂട്ട് തുറന്നാണ് എടുത്തത്. ഏതെങ്കിലും കള്ളന്മാരങ്ങനെ വന്നെടുത്തിട്ട് എല്ലാം പൂട്ടി കെട്ടി വെച്ചിട്ട് പോവോ? അതൊന്നെങ്കിൽ ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് സരസ്വതി ടീച്ചർ എടുത്തു, അല്ലെങ്കിൽ അറിയുന്ന ആരോ എടുത്തുകൊണ്ട് പോയി, ഈ വീട്ടിലുള്ള ആരോ തന്നെ എടുത്തു, അല്ലെങ്കിൽ സരസ്വതി ടീച്ചർ പണയം വെച്ചിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. എന്തായാലും ഒന്ന് നോക്ക്, അന്വേഷിക്കിവിടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫയൽ മൊത്തം പരിശോധിക്കുകയാണ് വീണയും വല്യമാമയും ചേർന്നിട്ട്. എന്തായാലും ഒരു പാസ്ബുക്ക് കിട്ടി. ബാങ്കിലെ ഈ നമ്പറിൽ മോളൊന്ന് വിളിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് വീണ വിളിച്ചു നോക്കുക. എന്തായാലും നമ്മുടെ വീണ വിളിച്ച് ചോദിക്കുകയാണ്. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലോക്കറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നേരിട്ട് ചെന്നാലേ പറ്റുള്ളൂ. എന്നാൽ ശരി, ഇപ്പം തന്നെ പോകാം, ഞാനിവിടെ വരാം, ഒരു ഓട്ടോ വിളിക്കാം. വേണ്ടെന്നേ, ഞാൻ പൊക്കോളാം, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് വെപ്രാളം കയറും, ഞാനിപ്പോൾ റെഡിയായിട്ട് വരാം. എന്നാ വാ. മറ്റ് സൊസൈറ്റികളുടെയും ബാങ്കുകളുടെയൊക്കെ പാസ്ബുക്കും എടുത്തോ, നമുക്ക് കഴിയുന്നിടത്തൊക്കെ പോയിട്ട് വരാം, മോള് പെട്ടെന്ന് റെഡിയാകുക. അങ്ങനെ ഇവർ ഓട്ടോയിൽ ബാങ്കിലേക്ക് ചെന്നു. വല്യമാമ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. വീണയാണ് ബാങ്കിലേക്ക് കയറി ചെന്നത്. എന്നിട്ട് വെപ്രാളത്തോടു കൂടിയിട്ടാണ് കേട്ടോ വീണ കാര്യങ്ങൾ തിരക്കുന്നത്. അങ്ങനെ വീണ അവിടെ നിന്ന് പറഞ്ഞതനുസരിച്ച് മാനേജറുടെ അരികിലേക്ക് ഫയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെല്ലാണ്. ഈ അക്കൗണ്ടിൽ ലോക്കർ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാവോ? പക്ഷേ അവിടെ ലോക്കറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീണ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെ മാനേജർ ഇങ്ങനെ കുശലമൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ടീച്ചറാണ്. എന്നാൽ ശരി വീണ എന്നും പറഞ്ഞുകൊണ്ട് വീണ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വലിയ മാവിൻ്റെ അരികിൽ ചെന്നു. ഇല്ല, ലോക്കറൊന്നും എടുത്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോവാം.
എന്തായാലും ഇവർ ഉള്ള ബാങ്കിലൊക്കെ അന്വേഷിച്ചു, ഇല്ല, ഈ ലോക്കർ ഫെസിലിറ്റിയോ പണയം വെക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യം ഇവർക്ക് മനസ്സിലായി കേട്ടോ. എന്തായാലും ഇന്നലെ മേരിക്കുട്ടി ടീച്ചർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നെനിക്ക് മനസ്സിൽ ഉറപ്പായിരുന്നു. എന്നാലും നേരിയൊരു പ്രതീക്ഷയുടെ പുറത്താണ് വന്നത്. അപ്പോൾ മോൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ മോൾക്കറിയാം അത് ആരാ എടുത്തതെന്ന്. പൂട്ട് പൊളിക്കാതെയും അതുപോലെ താക്കോലിട്ട് തുറന്നിട്ട് അതുപോലെ ഭദ്രമായിട്ട് അടച്ചു വെക്കണമെങ്കിൽ മോൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരാളല്ലേ അത് എടുത്തത് അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞൊന്നും മിണ്ടാതിരിക്കുക. മോൾക്കറിയാം അല്ലേ? എന്തായാലും ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം മോളെ, നമുക്കിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് വല്യമാമൻ ഇങ്ങനെ പറയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിഷ്ണുവിനെയാണ്, രാധയുടെ ഹസ്ബൻഡ്. വീണയെ വിളിക്കുകയാണ്. വീണയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഞങ്ങൾ അന്ന് മോളിയെ വരട്ടിയത് അവൾ പ്രശ്നക്കാരിയല്ല, അല്ലെങ്കിൽ അവൾ അത് എടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ്. ഞങ്ങൾ പോലീസുകാരുടെ ഒരു സ്ട്രാറ്റജിയാണ്. എനിക്ക് ചില ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ആളകത്ത് കിടക്കും. അത് വേണ്ട വിഷ്ണുവേട്ടാ. അതെന്താ? നിനക്ക് നിൻ്റെ സ്വർണം വേണ്ടേ? സ്വർണം വേണം, അതിലും വലിയ നഷ്ടങ്ങളുണ്ടാകും. അതെന്താ വീണ എന്താ ഉദ്ദേശിച്ചത്? അതിലിനി ഒരു അന്വേഷണം വേണ്ട ജിഷ്ണുവേട്ടാ. അതെൻ്റെ മാത്രം നഷ്ടമായിട്ടിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഞാനല്ലേ അങ്ങനെ ഒരു സ്വർണ്ണം ഇരിപ്പുണ്ട് എന്ന് എല്ലാവരോടും പറഞ്ഞത്. വേറെ ആരും അത് കണ്ടിട്ടുമില്ല. പിന്നെ എന്താ കുഴപ്പം? വേണ്ട, അങ്ങനെയൊന്നും ഇല്ലയെന്ന് തന്നെ കരുതിക്കോ വിഷ്ണുവേട്ടാ. ഒരന്വേഷണം ഇനി ഇതിൻ്റെ പേരിൽ വേണ്ട. അല്ല, വീണ ആരെ രക്ഷിക്കാനായി ശ്രമിക്കുന്നത്? വിഷ്ണുവേട്ടാ പ്ലീസ്, ആ കേസ് വിട്, പോയത് പോട്ടെ. രാധയാണ് ഇതൊക്കെ കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവളെന്താ ഇങ്ങനെ എന്ന് ജിഷ്ണുവിനോട് ചോദിക്കുകയാണ്. ജിഷ്ണു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ വീണ ആകെ സങ്കടത്തോട് മുറിയിൽ ഇങ്ങനെ പോയിരുന്ന അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കുക. എനിക്ക് ഒരു തരി പൊന്നിട്ട് പോലും പടിയിറങ്ങണമെന്നില്ല, പക്ഷേ ഈ വീട്, അതിൻ്റെ അഭിമാനം, അതിനിയും നിലനിർത്തണമെന്നുമുണ്ട്. ഈ വീട്ടിൽ ഒരാളെയെങ്കിലും നാട്ടുകാർ കള്ളനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തിന് തന്നെയല്ലേ ചെയ്യണം? വേണ്ട, നാട്ടിലെല്ലാ കുട്ടികളെയും ഗുണപാഠം പഠിപ്പിച്ച സരസ്വതി ടീച്ചർക്ക് അത് സ്വന്തം പിള്ളേരെ പഠിപ്പിക്കാനായില്ല എന്ന് എല്ലാവരും പറയില്ലേ? അത് വേണ്ട, എനിക്കറിയാം. എൻ്റെ ഉള്ളൊലഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മോക്ഷം കൂടി കിട്ടില്ല എന്ന്. പണം പോയാൽ പണം കൊണ്ട് നമുക്ക് പരിഹരിക്കാം, പക്ഷേ മാനാഭിമാനം പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് അമ്മ പണ്ടേ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചെയ്തത് ശരി എന്നേ പറയുള്ളൂ അമ്മ എന്നും എനിക്കറിയാം. സത്യമല്ല അമ്മ എന്ന് വീണ ഇങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ആകെ സങ്കടപ്പെട്ടുകൊണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ടീച്ചറമ്മയുടെ വരുന്ന ആഴ്ചത്തെ അടിപൊളി വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. സി യു അഗെയിൻ. താങ്ക് യു.